ഹേ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. എൻ്റെ ഡേ മുഴുവനുമില്ല, ഒരു ഹാഫ് ഡേ. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മുടെ ചിന്നിനെയൊക്കെ ഒന്ന് തലോടി നമ്മൾ പല്ല് തേക്കാനായിട്ട് പോവുകയാണ്. പിന്നെ പല്ല് തേക്കുമ്പം നമ്മുടെ മിറ്റവും പരിസരമൊക്കെ കാണണമല്ലോ. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. പിന്നെ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് എല്ലാ ദിവസവും സമയവും കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ചീവാനായിട്ട് പോവുകയാണ്. ഞാൻ 2-3 മാസത്തിന് മുന്നേ എൻ്റെ മുടിയൊന്ന് വെട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് മുടി വെട്ടിയെന്ന്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, എനിക്കൊരു 1 ഇയർ ബാക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഡെങ്കു വന്നായിരുന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ മുടി മുഴുവനും പോയിട്ടുണ്ടായിരുന്നു. മുടിക്ക് നീളം മാത്രമേ ഉള്ളായിരുന്നു. സോ അതങ്ങ് വെട്ടിക്കളഞ്ഞു. നമ്മൾ ചായയൊക്കെ കുടിച്ച് അപ്പോഴമ്മ പറയാം നമുക്ക് വിഷം വേണമെന്ന്. വേറൊന്നിനും അല്ല കേട്ടോ, നമ്മുടെ പുല്ലിന് വിഷം അടിക്കാനാണ്. അത് മച്ചമ്പറത്താന്നാണ് പറഞ്ഞത്. അച്ചമ്പറത്ത് പോയി വിഷമൊക്കെ എടുത്തു. ഇത് നമ്മൾ കപ്പയാണ് ഇന്നത്തെ സ്പെഷ്യൽ, പാൽക്കപ്പ. അപ്പം രാവിലെ പാൽക്കപ്പയൊക്കെ കഴിച്ച് പോയി. ഇനി നമ്മൾ രണ്ടിനും മാത്രമേ ഉള്ളൂ, ഞാനും അമ്മയും. അപ്പോൾ അമ്മയുടെ പണി തുടങ്ങി, പുല്ലിന് വിഷമൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് പുളിയൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങി. ഇനി നമുക്ക് പുളി പെറുക്കാൻ പോകാം. ആക്ച്വലി ഇവിടെ ഫുള്ള് തെന്നിക്കിടക്കുകയാണ്. നമ്മുടെ വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായ കുറേ തെന്നലും ബഹളമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഫുള്ള് കാടുണ്ട്, ഇതുണ്ട്. പുളി പെറുക്കാൻ പോവാം. അറിയത്തില്ല, ബക്കറ്റ് വെക്കായിട്ടാണ് പോകുന്നത്. പുളിയുണ്ടോ പുളിയില്ലേന്നൊന്നും നമുക്കറിയത്തില്ല. ഇന്നലെ കുറച്ച് കിട്ടിയായിരുന്നു, ഇന്ന് നോക്കാം. ബക്കറ്റൊക്കെ കൊണ്ടുപോയത് വെറുതെയായി, അത്രയും പുളിയേ കിട്ടിയുള്ളൂ. പിന്നെ ഉള്ള പുളി നമ്മളങ്ങ് കഴുകി വെച്ചു. ചെറുക്കൻ ഇവിടെ നിന്ന് എന്തോ കടിച്ച് പറിക്കുന്നുണ്ട്. ഞാൻ പ്രിയേ. അങ്ങനെ നമ്മൾ പുളിയൊക്കെ റെഡിയാക്കി നിരത്തി വെച്ചു. കൈയും കാലുമൊക്കെ കഴുകി കയറി. സമയം ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായി കാണും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അമ്മയുടെ വർക്കിലേക്ക് കയറി. ചിഹ്നം പറയണ്ടല്ലോ, അവൻ്റെ വർക്കിലേക്കും കയറി. അപ്പം ഞാൻ അരിയൊക്കെ കഴുകി ചോറൊക്കെ വെക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ചിഹ്നം പിന്നെയും ബൂസ് മാറ്റിയേക്കുന്നു. ഇന്നാണെങ്കിൽ നല്ല ചൂടുമുണ്ട്. എന്നാൽ പിന്നെ ഒരു നാരങ്ങ വെള്ളം പിഴിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്കും കൊടുത്ത് ഞാനും അങ്ങ് കുടിച്ചു. പിന്നെ പറയണ്ടല്ലോ, മിറ്റം മുഴുവൻ പിന്നെയും വെള്ളം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.